നമ്മളെന്നും അവരുടെ മെസ്സേജസാണ് നോക്കാറുള്ളത് അല്ലേ? ഇനി നമുക്ക് നോക്കാം നിങ്ങളിൽ നിന്നും എന്ത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നല്ലേ? അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങളുടെ അടുത്ത് നിന്ന് മെസ്സേജസ് കിട്ടണം എന്നൊക്കെ? അപ്പോൾ അവരെന്തായിരിക്കും നിങ്ങൾ അവരോട് പറയണം എന്നാഗ്രഹിക്കുന്നതെന്ന് നോക്കിയാലോ? ഓക്കെ, എന്നും സംസാരിക്കാം, കമ്മ്യൂണിക്കേഷനിലിരിക്കാം എന്ന് നിങ്ങൾ പറയണം. നിങ്ങളായിട്ട് അങ്ങോട്ട് വിളിക്കണം, സംസാരിക്കണം, മെസ്സേജസ് അയക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സംസാരം കേൾക്കാൻ, നിങ്ങളുടെ മെസ്സേജസ് കിട്ടാനൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഐ ലവ് യു പറയണം. നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് എന്ന് നിങ്ങൾ പറയണം എന്ന് തന്നെയാണ് അവർ കരുതുന്നത് നാച്ചുറലി അല്ലേ? നിങ്ങൾ അവരുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് തയ്യാറാണ് എന്നും പറയണം. എന്തെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ നിങ്ങൾ അവരോട് സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തുറന്ന് പറയണം എന്ന് വിചാരിക്കുന്നതും ആവാം കേട്ടോ. നിങ്ങൾ അവരോട് ഒരു ഐ ലവ് യു പറയണം. കാരണം കമ്മ്യൂണിക്കേഷൻ, ലവേഴ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ പ്രൊപ്പോസൽ, നിങ്ങളുടെ സൈഡിൽ നിന്നൊരു പ്രൊപ്പോസൽ കിട്ടണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്നും അവരെ വിളിക്കണം, നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലിരിക്കണം. എവിടെയെങ്കിലും സ്റ്റക്കാണെങ്കിൽ അവിടെ നിന്ന് ഒരു ന്യൂ ബിഗിനിങ്ങിന് നിങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ച് എടുത്തോളുക. ന്യൂ ലവ് ഒക്കെ ആണെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് ആണ് അവരവിടെ വിചാരിക്കുന്നത് കേട്ടോ. അതായത് അവരുടെ സ്നേഹം നിങ്ങൾ സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറയണം. പേജ് ഓഫ് സ്വാർട്സ് വെച്ചിട്ട് നിങ്ങൾ ആയിട്ട് ഓൺലൈൻ ടച്ചിലിരിക്കണം. അതായത് ചാറ്റ് ചെയ്യണം, സംസാരിക്കണം, അതൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. നിങ്ങൾ എന്നും അവർക്ക് മെസ്സേജ് അയക്കണം, അവർക്ക് റിപ്ലൈ കൊടുക്കണം. അവർ അപ്ഡേറ്റ് സ്റ്റാറ്റസൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ കാണണം, നോക്കണം, അതിനെപ്പറ്റി അഭിപ്രായം പറയണം എന്നൊക്കെ അവർ കരുതുന്നുണ്ട്. ചാരിയറ്റ്, നിങ്ങളൊരു തീരുമാനം അറിയിച്ചിട്ടില്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഒരു പ്രപ്പോസലൊക്കെ തന്നു കാണും. നിങ്ങൾ അവരുടെ സ്നേഹം സ്വീകരിക്കുന്നതായിട്ടോ റിജക്റ്റ് ചെയ്യുന്നതായിട്ടോ എന്ത് തന്നെ ആയാലും ഒരു ഉറച്ച തീരുമാനം ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് കാരണം നിങ്ങൾ കുറേ നാളായിട്ട് ഇവർക്കൊരു തീരുമാനം പറയാതെ ഇരിക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ അടുത്തു നിന്നും അവർ പ്രതീക്ഷിക്കുന്നു. അത് പോസിറ്റീവ് ആയിരിക്കണം എന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അത് നിങ്ങൾ പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു കാരണവശാലും നിങ്ങളുടെ ജോലിയിലോ സെൽഫ് കെയറിലോ ഒന്നും ഒരു കുറവും വരുത്തരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിരിക്കുന്നു എന്ന് അവർക്കറിയണം. അത് ദേ വോണ്ട് യു ടു സേ ഐ എം ഓക്കെ. നിങ്ങൾ ഓക്കെ ആണ് എന്ന് അവർക്ക് അറിയണം. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അവരോട് നിങ്ങൾ പറയണം എന്നും അവരാഗ്രഹിക്കുന്നു. അവരുമായി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലെത്താൻ നിങ്ങൾ തയ്യാറാണ് എന്ന്, അതായത് സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയണം എന്നും അവർ കരുതുന്നുണ്ട്.